അറിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ വളരുന്ന കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും? മധു, പ്രധാനമായിട്ട് നമ്മൾ ഇത്തരത്തിലൊരു ചർച്ച വരുമ്പോൾ സാധാരണഗതിയിൽ വരാൻ സാധ്യതയുള്ള ഒരു പ്രധാന പോയിന്റ് ഞാൻ വിചാരിക്കുന്നു ജനറേഷൻ ഗ്യാപ്പ് ആണ് എന്നുള്ളതാണ്. ഈ ജനറേഷൻ ഗ്യാപ്പ് എല്ലാ കാലഘട്ടത്തിലും പേരൻസും മക്കളും തമ്മിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ആ ജനറേഷൻ ഗ്യാപ്പിന് അപ്പുറത്തേക്ക് സാധാരണഗതിയിൽ നമുക്കറിയാം ഈ ടീനേജിലേക്കൊക്കെ എത്തുമ്പോൾ പിയർ ഗ്രൂപ്പുമായിട്ട് അല്ലെങ്കിൽ സമപ്രായക്കാരായിട്ടുള്ള കുട്ടികളുമായിട്ടുള്ള ഒരു സൗഹൃദ വലയം ഭയങ്കരമായിട്ട് കുഞ്ഞുങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഈ പറഞ്ഞതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഭാഷ, അവരുപയോഗിക്കുന്ന ടെക്നോളജി, അവരുടെ ഡിജിറ്റൽ ലോകത്തെ സൗഹൃദ വലയങ്ങൾ, അതിൻ്റെ ആഴം, വ്യാപ്തി, ഇതൊന്നും അതിലേക്ക് എത്തിച്ചേരാൻ പലപ്പോഴും പാരൻസിന് സാധിക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മുമ്പും ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, പണ്ട് കാലത്തും ഉണ്ട്. പക്ഷേ അന്ന് ആ ജനറേഷൻ ഗ്യാപ്പ് ഉള്ളപ്പോൾ തന്നെ ഈ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ ആൺകുട്ടികളുടെ മക്കളുടെ സുഹൃത്തുക്കളുമായിട്ട് കോണ്ടാക്റ്റ് പല പേരൻസിനും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ തമ്മിൽ വീടുകൾ സന്ദർശിക്കുക, അവരുടെ പേരൻസുമായിട്ട് സൗഹൃദമുണ്ടാവുക, അത്തരത്തിലുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ഡിജിറ്റൽ സ്പേസിലുള്ള സൗഹൃദങ്ങളിലേക്ക് പോവുകയും, അല്ലെങ്കിൽ ഫിസിക്കലി തന്നെ ഒരേ ക്ലാസ്സിലൊക്കെ ഇരുന്ന് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും അവർ തമ്മിൽ പറയുന്ന കാര്യങ്ങൾ, അവർ ഷെയർ ചെയ്യുന്ന തോട്ട്സ്, അതിലേക്ക് പാരൻസിന് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അവിടെയാണ് ഈ പാരൻസിന് കുട്ടികളുടെ ഭാഷ മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ക്രൈംസിൻ്റെ സ്വഭാവം ഒന്ന് മാധു പരിശോധിച്ചേ. ഒരു കുട്ടിയെ കുറേ കുട്ടികൾ ചേർന്ന് ആക്രമിക്കാൻ പ്ലാൻ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയുടെ സഹായത്തോടു കൂടിയാണ്. അവരുടെ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ആ രീതിയിലേക്ക് ക്രൈം ചെയ്യുന്നത് പോലും നമുക്കൊരു 15 വർഷം മുമ്പ് ഇത്തരത്തിലൊരു കാര്യം ചിന്തിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ ബസ്സിനുള്ളിൽ 10ാം ക്ലാസ്സുകാരൻ 8ാം ക്ലാസ്സുകാരനെ ആക്രമിക്കുന്നു, അത് നമുക്ക് 10-15 വർഷം മുമ്പ് ചിന്തിക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാ തരത്തിലും ഈ തലമുറ വലിയ രീതിയിലേക്ക് ഈ പേരൻസിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ നിന്നും ഒക്കെ അകന്നു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ കുട്ടികളുടെ ഭാഷയുടെ വേഗത്തിനൊപ്പം അവരുടെ ടെക്നോളജി ആക്സസിബിലിറ്റിയുടെ ആ വേഗത്തിനൊപ്പം ഒന്നും നമുക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അവിടെയാണ് ഞാൻ പറയുന്നത്, ഇപ്പം ഈ 2 കുട്ടികളെ നമുക്ക് സേഫായി കിട്ടി എന്നുള്ളതിൽ നമുക്ക് ആശ്വസിക്കാം. അതിന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വലിയൊരു റോളുണ്ട്. അതുപോലെ മുംബൈയിലുള്ള മലയാളി സമാജം അടക്കമുള്ള സംഘടനകൾക്കൊക്കെ വലിയ റോളുണ്ട്. പക്ഷേ ഈ കിട്ടിയില്ലായിരുന്നു എങ്കിൽ ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താവും എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ജസ്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ തിരോധാനം കേരളം എത്ര ചർച്ച ചെയ്താണ്. ഇന്നും അതിൻ്റെ ഒരു വാലോ തുമ്പോ കിട്ടാതെ നമ്മൾ നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ആദ്യം അറിയേണ്ടത് നമ്മളാണ്, പേരൻസാണ് അറിയേണ്ടത്, സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ് അറിയേണ്ടത്. അവരുടെ ഭാഷ നമ്മൾ അറിഞ്ഞേ മതിയാവുള്ളൂ. മാധു, 2024 മിസ്സിംഗ് കേസസ്, അതിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള അഡൾട്ട്സിൻ്റെ മിസ്സിംഗ് കേസസ് ഞാൻ പറയാണ്, 11,897 മിസ്സിംഗ് കേസസ് ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇതിൽ എത്ര പേരെ എവിടെയാണ് എന്താണ് നമുക്കറിയില്ല. അപ്പോൾ വലിയ ആശങ്കയുടെ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്കൂളുകളിൽ സൈക്കോളജിസ്റ്റുകളുടെ സാന്നിധ്യം ഉണ്ടാവണം എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ എത്ര സൈക്കോളജിസ്റ്റുകളുടെ മുന്നിലേക്ക് കുഞ്ഞുങ്ങൾ ചെന്ന് മനസ്സ് തുറക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ചോദ്യമാണ്. എത്രത്തോളം അത് ഇഫക്റ്റീവ് ആണെന്നുള്ളത് ഒരു ചോദ്യമാണ്. കുട്ടികളുടെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ ക്ലാസ് ടീച്ചേഴ്സിന് എത്രത്തോളം ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ചോദ്യമാണ്. കാരണം ഇവിടെ ഈ സ്റ്റുഡൻറ് ടീച്ചർ പ്രപ്പോർഷൻ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ പുനഃപരിശോധിക്കണം. കാരണം ഒരു ക്ലാസ്സിൽ 60, 65, 70 കുട്ടികളുള്ള ക്ലാസ്സുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ ഓർക്കുന്നു, ഞാൻ പഠിച്ച സമയത്ത് പോലും 65 കുട്ടികളോളം ഒരു ക്ലാസ്സിലുണ്ട്.
എത്ര ടീച്ചേഴ്സിന് കുഞ്ഞുങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കും? പരീക്ഷ എഴുതാനെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയ കുഞ്ഞുങ്ങൾ മിസ്സിംഗ് ആവുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയ ആ ഒരു സാഹചര്യം. ഈ കുഞ്ഞുങ്ങളെ ഇന്നിപ്പോ നമ്മൾ ഇത്രയും ആശ്വാസത്തോടു കൂടി സംസാരിക്കാൻ കഴിയുന്നത് പോലും ആ കുട്ടികൾ സേഫ് ആണ് എന്ന ചോദ്യത്തിലാണ്. വീണത് പറഞ്ഞ് അവസാനിക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിൽ കണ്ടൊരു റീലാണ്. ഒരു ടീച്ചറുടെ കണ്ണ് തിരികെ ഇരിക്കുന്നു, ഓരോ കുട്ടിയുടെയും ശബ്ദം കിട്ടി ടീച്ചറെ എന്ന് വിളിക്കുന്ന സമയത്ത് ആ ടീച്ചർ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അത് അന്ന് അത് കണ്ടപ്പോൾ അതൊരു കുറച്ചുകൂടി കുട്ടികളോട് അടുത്ത് നിൽക്കുന്ന ഒരു ടീച്ചർ എന്ന് ഞാൻ കരുതിയുള്ളൂ. പക്ഷെ ഇന്നിപ്പോ അത്ര സ്നേഹത്തോടെയും നന്ദിയോടെയും ആ ടീച്ചറെ ഓർത്ത് വെച്ചു പോകാൻ കൂടി ഞാൻ വിചാരിക്കുന്നു. വീണിത് പറഞ്ഞു വന്നപ്പോൾ ഓർത്തു പോയതാണ്.